ഹമാസ് വാക്കുപാലിക്കുന്നതുവരെ റഫ ഇടനാഴി തുറക്കില്ലെന്ന് ഇസ്രായേലും. ഹമാസ് ആയുധം താഴെ വെക്കുന്നതുവരെ ആക്രമണം തുടരുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചിരിക്കുന്നത്. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിട്ടും ഗസയ്ക്ക് നേരെയുള്ള ആക്രമണം ഇസ്രായേൽ നിർത്താത്ത സാഹചര്യത്തിലാണ് ഈയൊരു വിശദീകരണം നൽകിയിരിക്കുന്നത്. രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ പൂർണ്ണമായി നടപ്പിലാക്കിയാൽ മാത്രമേ ഗസയിൽ ആക്രമണം അവസാനിപ്പിക്കൂ. ഗസ മുനമ്പിൽ നിന്ന് ഹമാസ് സേനയെ പിൻവലിക്കുക, അല്ലെങ്കിൽ ആക്രമണം കടുത്ത രീതിയിൽ തുടരുമെന്ന് തന്നെയാണ് നെതന്യാഹു അവസാന മുന്നറിയിപ്പ് നൽകിയത്. ഒക്ടോബർ 7 തീവ്രവാദി ആക്രമണത്തിൽ ബന്ദികളാക്കിയ മറ്റു 2 പേരുടെ മൃതദേഹം കൂടി കിട്ടിയെന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചു. എല്ലാ മൃതദേഹങ്ങളും വിട്ടുകൊടുക്കണമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശത്തിന് വഴങ്ങിയാണ് ഹമാസ് 2 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി നൽകിയത്. ശനിയാഴ്ച പ്രാദേശിക സമയം രാത്രി 10 മണിയോടെയാണ് ഹമാസ് മൃതദേഹങ്ങൾ അടക്കിയ 2 ശവപ്പെട്ടികൾ കൈമാറിയത്. റെഡ് ക്രോസ് വഴിയാണ് ഇത് ഇസ്രായേലി സൈന്യത്തിന് നൽകിയത്. ഔപചാരികമായ തിരിച്ചറിയൽ നടപടികൾ പൂർത്തിയാക്കുന്നതിനായി അവ ഇസ്രായേലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. വെടിനിർത്തൽ കരാറിൽ പരാമർശിച്ച മരണമടഞ്ഞ 28 പേരിൽ 10 പേരുടെ മൃതദേഹങ്ങൾ മാത്രം ഹമാസ് നൽകിയത് സമാധാന കരാർ നടപ്പിലാക്കുന്നതിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത്. ഇപ്പോൾ 2 മൃതദേഹങ്ങൾ കൂടി ലഭിച്ചതോടെ മൊത്തം 12 മൃതദേഹങ്ങളാണ് ഇതുവരെ ഹമാസ് കൈമാറിയത്. ഇനി 16 മൃതദേഹങ്ങൾ കൂടി കിട്ടാനുണ്ട്. കരാർ പ്രകാരം കഴിഞ്ഞ തിങ്കളാഴ്ചയ്ക്കുള്ളിൽ എല്ലാ മൃതദേഹങ്ങളും കൈമാറേണ്ടതുണ്ടായിരുന്നു. മൃതദേഹങ്ങൾ കൈമാറുന്നതിൽ വന്ന കാലതാമസം ഇസ്രായേലിൽ കടുത്ത ജനരോക്ഷത്തിനും പ്രതിഷേധത്തിനും കാരണമായിരുന്നു. മരണമടഞ്ഞവരുടെ ബന്ധുക്കൾ എത്രയും പെട്ടെന്ന് തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ കൈമാറണമെന്ന ആവശ്യം ശക്തമാക്കുകയും ചെയ്തു. കിട്ടിയ മൃതദേഹങ്ങൾ എല്ലാം തന്നെ കൈമാറി കഴിഞ്ഞു എന്ന് വ്യക്തമാക്കിയ ഹമാസ് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിന് കഠിനമായ ശ്രമവും പ്രത്യേക ഉപകരണങ്ങളും ആവശ്യമാണെന്നും പറഞ്ഞിരുന്നു. അതേസമയം അവശേഷിക്കുന്ന എല്ലാ മൃതദേഹങ്ങളും കണ്ടെത്താനും കൈമാറാനും ഹമാസിന് കഴിഞ്ഞേക്കില്ല എന്ന വിലയിരുത്തലിലാണ് ഇസ്രായേൽ ഇന്റലിജൻസ്. ഗസയ്ക്കും ഇസ്രായേലിനും ഇടയിലുള്ള റഫ അതിർത്തി ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ അടഞ്ഞുകിടക്കും എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. ബന്ദികളെ തിരികെ നൽകുന്നത് സംബന്ധിച്ച് കരാറിലുള്ള വ്യവസ്ഥകൾ ഹമാസ് പൂർത്തീകരിച്ചാൽ മാത്രമേ അത് തുറക്കൂ എന്നാണ് ഇസ്രായേലിന്റെ നിലപാട്.